കേരളത്തിൽ BJPയുടെ കടന്നുകയറ്റം മുന്നണികൾ ഏറെക്കാലമായിട്ട് ഭയക്കുകയാണ്. അത് രണ്ട് മുന്നണികൾക്കും, LDFനും UDFനും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റമാണ് ഒന്നുകൂടെ മുന്നണികളിൽ ഭീതി വിതച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ മുന്നേറ്റം BJP കേരളത്തിൽ കുറിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മുന്നണികൾ ഭയക്കാൻ കാരണം. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്, പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP സ്ഥാനം പിടിച്ചു എന്ന്. അത് നമ്മൾ കാണേണ്ടത് കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിലാണ്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. അവിടെ പോലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ കണ്ണൂർ കോട്ടയിൽ കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ BJP എവിടെ വരെ വേരോടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും BJPക്ക് വേണ്ട തരത്തിലുള്ള നീക്കം കുറിക്കാനായിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് വിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഒന്നുകൂടെ ഒരാക്കം കൂട്ടി. BJPയുടെ ആ യന്ത്ര സംവിധാനങ്ങൾക്ക് ഒരു ശക്തി കൂടുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കഴിവെന്താണെന്നുള്ളത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം കണ്ടതാണ്. ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത്. ശശി തരൂരിൻ്റെ പരാജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മുമ്പോട്ട് പോയത്. തീരദേശത്തെ കുറച്ച് വോട്ട് മറിഞ്ഞുപോയി. അതാണ് വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തരൂർ വിജയിച്ചത്. ഇനി കേരളത്തിൽ എന്തായാലും BJPക്ക് വേരോട്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും പുതിയ ചില കരുനീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, BJP ഒരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രംഗത്ത് നിൽക്കുന്നത്. കേരളത്തിലെ ഔദ്യോഗികമായിട്ട് നമുക്കറിയാവുന്നത് 14 ജില്ലകളാണ്. പക്ഷേ BJPയുടെ അവരുടെ വർക്കിൽ 30 ജില്ലകളുണ്ട്. വലിയ ജില്ലകൾ, അതായത് ജനസാന്ദ്രത കൂടുതലുള്ള ജില്ലകളെ 3ആയിട്ട് അവർ വിഭജിച്ചു. മുൻകാലങ്ങളിൽ ഒരു ജില്ലയിൽ ഒരു പ്രസിഡൻ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി 3 പ്രസിഡന്റന്മാരെയാണ് നിയമിച്ചിരിക്കുന്നത്. 3 പ്രസിഡന്റന്മാരെ നിയമിക്കുമ്പോൾ അവർ ഓരോ ഭാഗത്തായിട്ടുള്ളവരെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് രാജീവ് ലക്ഷ്യമിടുന്നത്. പാർട്ടിയുടെ അടിത്തട്ടിലേക്ക്, ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് ഏറ്റവും വലിയ വിജയകരമായ കാര്യമാണ്. ഇത് മുമ്പ് ഒരു പാർട്ടിയും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമാവും. കാര്യം എന്താണ്, കുറേ നേതാക്കന്മാർക്ക് കതറിട്ട് വരുന്ന കുറേ അമൂൽ ബേബികളുണ്ടല്ലോ അതിനകത്ത്, അവർക്കൊക്കെ ഓരോരോ സ്ഥാനങ്ങൾ കിട്ടും. കോൺഗ്രസ് പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ സ്ഥാനം എത്ര കിട്ടിയാലും മതി വരാത്തവരാണ്. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും എന്നാണ് പൂന്താനം പാടിയതെങ്കിൽ അത് ശരിയാകുന്നത് കോൺഗ്രസ്സിലുള്ളവരാണ്. കുറെ കടൽ കിഴവന്മാർ ആർത്തി മൂത്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് വേണം ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടിയിരുന്നത്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ജില്ലയെ 3ആയിട്ടോ 6ആയിട്ടോ വേണേ വിഭജിച്ച് ഓരോരോ സ്ഥാനമാനങ്ങൾ നൽകിക്കൂടെ എന്ന്. അത് നന്നായി കാര്യം കൊടുത്തിരുന്നുവെങ്കിൽ നാട് മുഴുവൻ കുറേ ഈ അമൂൽ ബേബികളെ കൊണ്ട് നിറച്ചുള്ള ഫ്ലെക്സുകൾ വയ്ക്കും. വളിച്ച ചിരിയും ഉരുട്ടിപ്പിടിച്ച ഖദർ വസ്ത്രവും ഒക്കെ ഇട്ടുകൊണ്ടുള്ള. അപ്പോൾ എന്തായാലും ആ പെട്ടിയെടുപ്പുകാരന്മാരുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ BJP അങ്ങനെ 30 ജില്ലകളായി തിരിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ മേഖലാ ജാഥകൾ തന്നെ ആരംഭിക്കുകയാണ്. ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. ഈ വർഷം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. പിണറായിയുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലാവധി തീരുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്
ഒരു വലിയ ഇവർക്കൊരു ഒന്ന് ഉഷാറായിട്ട് രംഗത്തിറങ്ങാനുള്ള ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കാൻ ഇടമില്ല, സമയമില്ല. ഇപ്പോഴേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജീവ് തിരുവനന്തപുരം വിട്ടെങ്ങും പോകുന്നുമില്ല, കേരളത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് പലരും പറഞ്ഞു അദ്ദേഹത്തിന് മലയാളം അറിയില്ല, അദ്ദേഹം ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ. അദ്ദേഹം തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസം തന്നെ തുടരുകയാണ്. പാർട്ടിയെ നല്ല നിലയിൽ എത്തിച്ചിട്ടേ താൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലും 2026 കേരളം പിടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുണ്ടാകത്തില്ല. ഒരു 5 സീറ്റ് കിട്ടിയാൽ മതി, ചലനമുണ്ടാക്കും. പാർലമെന്റിൽ ഒരു സീറ്റിൽ കേരളത്തിൽ വൻ ചലനം ഉണ്ടാക്കിയില്ലേ? അത് ആര് നേടിയതോ ആകട്ടെ, സുരേഷ് ഗോപിയോ എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം. BJPക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞല്ലോ. 2016 ഉണ്ടായിരുന്ന അക്കൗണ്ട് 2021 കളഞ്ഞു കുളിച്ചില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, അത് പാർട്ടിയിൽ അനൈക്യമാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് വിജയിച്ചു കയറി വരാവുന്ന ഒരിടം കൂടിയായിരുന്നു, അതും കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇനി ഇതൊക്കെ പഴയ കഥകളാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് പണം വാങ്ങി വോട്ടുമറിച്ച കഥകളും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തുണ്ട്. പിന്നീടും ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചില പിന്നാമ്പുറ വർത്തമാനങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി അതൊന്നും അല്ല ഇവിടെ കാണാൻ പോകുന്നത്. ഒരു വലിയ ടീം ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ വിഭാഗീയമായിട്ടുള്ള വർത്തമാനങ്ങളില്ല. മോദിയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുടക്കീഴിൽ ഈ വിഭാഗീയത കാണിച്ചവരെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. ഇനിയും വിഭാഗീയത ഇവിടെ വിലപ്പോകില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് മുമ്പോട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രവർത്തനം ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കണം. ഇതിൻ്റെ മുഴുവൻ ഒരൗട്ട് വരാൻ പോകുന്ന, റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. താഴേത്തട്ടിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഊർജിതമാക്കിക്കൊണ്ട് ഇവിടെ കേരളത്തിലെ 5000 വാർഡുകൾ നോട്ടമിട്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. ആ വാർഡുകളും അതിനോടൊപ്പം തന്നെ നിയമസഭയിലെ 40 നിയമസഭാ മണ്ഡലങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 20 നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണ്ട് A ക്ലാസ് എന്ന് തന്നെ പ്രഖ്യാപിക്കാം. BJP അങ്ങനെ ഈ ക്ലാസ് തിരിച്ച് നിർത്താറുണ്ട്. നമുക്കറിയാം, വലിയ BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്ത ഇടങ്ങൾ, ഇപ്പം മലപ്പുറം പോലുള്ള ഭാഗങ്ങളിൽ, പക്ഷെ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഇറക്കും, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അവിടെ വെറുതെ ഒരു പേരിനൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥി ഉണ്ട്, അവിടെ 20%-ലധികം ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഇതൊക്കെ BJPയുടെ ഭാഗത്തേക്ക് വരാവുന്നതാണ്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി. അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ഒരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഏറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് നരേന്ദ്രമോദി ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടം എന്ന്. അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടമെന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ പുച്ഛിച്ച് പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞു. പക്ഷേ ആ പുച്ഛവും പരിഹാസവും ഒക്കെ ഇനി അപ്രസക്തമാകുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പുതിയ കാൽവെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫലം ചില്ലറയല്ല എന്നുള്ളതാണ്.